നമ്മുടെ പഠനത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. ഒരു വിശ്വാസം മാത്രം, ഇതാണ് നമ്മുടെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പഠനഭാഗം. 173-ാമത്തെ ഖണ്ഡിക ഒന്ന് വായിച്ചിട്ട് നമ്മൾ മുന്നേറുകയാണ്. വിശുദ്ധ ഇരേനിയോസ് പറഞ്ഞത്, ലിയോൺസിലെ വിശുദ്ധ ഇരേനിയോസ് ഈ വിശ്വാസത്തിന് സാക്ഷ്യം നൽകിയത് ഇങ്ങനെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഖണ്ഡിക തന്നെ അവിടെ എഴുതിയിരിക്കുകയാണ്. സഭ യഥാർത്ഥത്തിൽ ലോകമെമ്പാടും ഭൂമിയുടെ അതിർത്തികൾ വരെ വ്യാപിച്ച് കിടക്കുകയാണെങ്കിലും അപ്പസ്തോലന്മാരിൽ നിന്നും അവരുടെ ശിഷ്യന്മാരിൽ നിന്നും വിശ്വാസം സ്വീകരിച്ച അവൾ ഒരേ ഒരു ഭവനത്തിൽ വസിക്കുന്നവരെ പോലെ ജാഗ്രതാപൂർവം ഈ വിശ്വാസത്തെയും പ്രഘോഷണത്തെയും പരിരക്ഷിക്കുന്നു. അതാണ് സഭ അപ്പസ്തോലികമാണ് എന്ന് പറയുന്നത്. ആ അപ്പസ്തോലന്മാർക്ക് ഈശോ അധരത്തിലൂടെ നൽകിയ ആ ഒരേ വിശ്വാസം സഭയിൽ അപ്പസ്തോലിക പാരമ്പര്യത്തിലൂടെ അപ്പസ്തോലന്മാരുടെ കൈവെപ്പിലൂടെ അടുത്ത് ഉള്ള അപ്പസ്തോലന്മാർക്ക് കൈമാറിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇപ്പോഴും നമ്മുടെ മാർപ്പാപ്പയും പിതാക്കന്മാരും ബിഷപ്പ്മാരെല്ലാം ആ അപ്പസ്തോലന്മാരുടെ പരമ്പരയിലുള്ളതാണ്. അവരിൽ നിന്ന് കൈമാറിയ അതേ വിശ്വാസം തന്നെയാണ് നമ്മുടെ സഭയിൽ ലോകമെമ്പാടും പ്രസരിച്ചിരിക്കുന്നത്. അതാണ് സഭ യഥാർത്ഥത്തിൽ ലോകമെമ്പാടും ഭൂമിയുടെ അതിർത്തികൾ വരെ വ്യാപിച്ച് കിടക്കുകയാണെങ്കിലും അപ്പസ്തോലന്മാരിൽ നിന്നും അവരുടെ ശിഷ്യന്മാരിൽ നിന്നും വിശ്വാസം സ്വീകരിച്ച അവൾ ഒരേ ഒരു ഭവനത്തിൽ വസിക്കുന്നവരെ പോലെ ജാഗ്രതാപൂർവം ഈ വിശ്വാസത്തെയും പ്രഘോഷണത്തെയും പരിരക്ഷിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് ഈ വിശ്വാസത്തിന് ഒരു കോട്ടവും ഉണ്ടാവുകയില്ല. നമ്മൾക്ക് തോന്നും നമ്മുടെ സമൂഹത്തിലും പലയിടത്തും പലരും ഇതിനെതിരായിട്ട് പല വാദമുഖങ്ങളും എല്ലാം പറയുന്നുണ്ടെങ്കിലും അതൊന്നും ഓരോടത്തും ഏൽക്കില്ല. അതാണ്. അതുപോലെ തന്നെ ഒരാത്മാവും ഒരു ഹൃദയവും ഉണ്ടായിരുന്നാൽ എന്ന പോലെ വിശ്വസിക്കുന്നു. അതാണ് ഒരേ വിശ്വാസം. ഒരേ ആത്മാവും ഒരേ ഹൃദയവും ഉണ്ടായിരുന്നാൽ എന്ന പോലെ വിശ്വസിക്കുന്നു. ഒരു വചനം മാത്രം ഉണ്ടായിരുന്നാൽ എന്ന പോലെ സഭ ഈ വിശ്വാസം പ്രഘോഷിക്കുകയും പ്രബോധിപ്പിക്കുകയും പകർന്നു കൊടുക്കുകയും ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്. ഇത് 2-ാം നൂറ്റാണ്ടിലെ ഈ മഹാത്മാവായ ഈ സഭാപിതാവ് എഴുതിയത് 2-ാം നൂറ്റാണ്ട് കഴിഞ്ഞ് ഇപ്പോൾ 1800 വർഷം കഴിഞ്ഞിട്ട് ഇന്നും ഇത് തന്നെയല്ലേ നമ്മുടെ സഭയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അന്നുണ്ടായ അതേ വിശ്വാസത്തിന് ഒരു മാറ്റവും വരാതെ ഒരു മങ്ങലുമേൽക്കാതെ ഇന്നും തുടർന്നു കൊണ്ടിരിക്കുന്നു എന്ന് എനിക്ക് നല്ല ബോധ്യമാണ്. ഒരാത്മാവും ഒരു ഹൃദയം ഉണ്ടായിരുന്നാൽ എന്ന പോലെ വിശ്വസിക്കുന്നു. ഒരു വചനം മാത്രം ഉണ്ടായിരുന്നാൽ എന്ന പോലെ സഭ ഈ വിശ്വാസം പ്രഘോഷിക്കുകയും പ്രബോധിപ്പിക്കുകയും പകർന്നു കൊടുക്കുകയും ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്. അതാണ് ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ 174-ാമത്തെ ഖണ്ഡിക. കാരണം ഭൂലോകത്തിലെമ്പാടുമുള്ള ഭാഷകൾ വിവിധങ്ങളാണെങ്കിലും പാരമ്പര്യത്തിൻ്റെ കാതൽ ഒന്ന് തന്നെയാണ്. അതാണ് ഭൂലോകത്തിൽ എമ്പാടുമുള്ള ഭാഷകൾ വിവിധങ്ങളാണെങ്കിലും പാരമ്പര്യത്തിൻ്റെ കാതൽ ഒന്ന് തന്നെയാണ്. ജർമ്മനിയിൽ സ്ഥാപിതമായ സഭകൾക്ക് മറ്റൊരു വിശ്വാസമോ പാരമ്പര്യമോ ഇല്ല. അതുപോലെ തന്നെ ഇബേരിയൻ, അതായത് സ്പെയിൻ ജനതയുടെ സഭകൾക്കോ കെൽട്ട് വംശജരുടെ സഭകൾക്കോ പൗരസ്ത്യ നാടുകളിലെ സഭകൾക്കോ ഈജിപ്തിലെ സഭകൾക്കോ ലിബിയയിലെ സഭകൾക്കോ
ഭൂമധ്യേ സ്ഥാപിതങ്ങളായ സഭകൾക്കോ ഒന്നിനു പോലും വിഭിന്ന വിശ്വാസമോ പാരമ്പര്യമോ ഇല്ല. ഇതും വിശുദ്ധ ഇരേനിയോസിൻ്റെ തന്നെ പ്രബോധനമാണ്. സഭയുടെ സന്ദേശം വീണ്ടും വിശുദ്ധ ഇരേനിയോസ് സത്യവും സുദൃഢവുമാണ്. ക്ലിയർ. സഭയുടെ സന്ദേശം സത്യവും സുദൃഢവുമാണ്. ഈ സന്ദേശത്തിൽ രക്ഷയിലേക്കുള്ള ഒരേ ഒരു മാർഗമാണ് ലോകം മുഴുവനും വേണ്ടി തെളിഞ്ഞു കിടക്കുന്നത്. വിശുദ്ധ ഇരേനിയോസ് സത്യം സത്യം നമ്മൾ പല പ്രാവശ്യം കേട്ടുള്ളതാണ് വിശ്വാസ സത്യങ്ങളെക്കുറിച്ച്. ഈശോ തന്നെ പറഞ്ഞു, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. അതിൻ്റെ അന്തരാർത്ഥം നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അത് സുദൃഢമാണ്. ഈശോ അരുളി ചെയ്യുകയും അപ്പോസ്തലന്മാർക്ക് പകർന്നു കൊടുക്കുകയും അവരവരുടെ ജീവരക്തമൊഴുക്കി അതിനു വേണ്ടി സാക്ഷ്യം നൽകുകയും ചെയ്തിരിക്കുന്ന ആ സത്യം സുദൃഢമാണ്. അതുപോലെ അപ്പസ്തോലിക പാരമ്പര്യത്തിലൂടെ മാർപ്പാപ്പമാരിലൂടെ പ്രസരിച്ച് ഇപ്പോൾ ഫ്രാൻസിസ് മാർപ്പാപ്പ വരെ എത്തിയിരിക്കുന്നതിന് യാതൊരു മാറ്റമില്ല. ഈ സന്ദേശത്തിൽ രക്ഷയിലേക്കുള്ള ഒരേ ഒരു മാർഗമാണ് ലോകം മുഴുവനും വേണ്ടി തെളിഞ്ഞു കിടക്കുന്നത്. ഈ വാക്കുകൾ ഇന്നും ഫ്രാൻസിസ് മാർപ്പാപ്പ ഏതാണ്ട് എല്ലാ ദിവസവും എന്ന പോലെ പറയുന്ന കാര്യമാണ്. ഇതിനൊന്നും ഒരു മാറ്റമില്ലാത്തത് എന്തുകൊണ്ടാണ്? ഈ സഭയുടെ ആ അപ്പസ്തോലിക പാരമ്പര്യത്തിൻ്റെ കാതൽ അത്രയ്ക്ക് കരുത്തുള്ളതാണ്. അതിനെതിരായിട്ട് നരക കവാടങ്ങൾ ബലപ്പെടില്ല. അതിനെതിരായിട്ട് ആരെങ്കിലും എന്തെങ്കിലും വിളിച്ചു പറഞ്ഞു എന്ന് വിചാരിച്ചുകൊണ്ട് അതിന് യാതൊരു ശക്തിയുമില്ല. കാരണം ആര് പറഞ്ഞതനുസരിച്ചിട്ടാണ് സഭ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്? സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, പത്രോസേ നീ പാറയാകുന്നു, ഈ പാറമേൽ ഞാൻ എൻ്റെ പള്ളി പണിയും. മനസ്സിലായോ? അപ്പോൾ ഈശോ തൻ്റെ അധരത്തിലൂടെയും തൻ്റെ ജീവനിലൂടെയും പണിതുയർത്തിയതും പണിതുയർത്തിക്കൊണ്ടിരിക്കുന്നതുമായ ഈ സഭയെ തളർത്താനോ അതിൻ്റെ പാരമ്പര്യത്തെ ലഘൂകരിക്കാനോ അതിൻ്റെ വിശ്വാസത്തെ തളർത്താനോ മറ്റൊരു ശക്തിക്കും സാധ്യമല്ല. ഇത് നമ്മൾ ഓരോ പ്രാവശ്യവും ഈ സഭാ പ്രബോധനങ്ങളും മാർപ്പാപ്പയുടെ പ്രബോധനങ്ങളെല്ലാം വായിക്കുമ്പോൾ ലോകത്തിൽ ആർക്കും അതിന് ഒരാൾക്ക് പോലും ഒരു പ്രസ്ഥാനത്തിനും അതിനെതിര് പറയാനായിട്ടുള്ള അധികാരമില്ല. അത്രയ്ക്ക് വലിയ ഒരു കാര്യമാണ് അപ്പസ്തോലിക അധികാരം, അപ്പസ്തോലിക അധികാരം. അത് ക്രിസ്തുവിൽ നിന്ന് ക്രിസ്തുവിൻ്റെ നേരിട്ട് ഉള്ള നയിക്കലിലൂടെ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നതാണ്. ഇത് നമ്മൾ ഉൾക്കൊള്ളണം. വിശ്വാസികളാണെന്ന് നമ്മൾ പറയുന്നുണ്ടെങ്കിൽ ഈ ഒറ്റ വിശ്വാസത്തിലും ആ വിശ്വാസത്തിൻ്റെ സുദൃഢമായ ഈ പ്രബോധനത്തിലും നമ്മൾ ഊന്നിയിരുന്നാലല്ലേ നമ്മൾ ഒറ്റ വിശ്വാസമാവുകയുള്ളൂ. ഒറ്റ വിശ്വാസം എന്ന് പറഞ്ഞാൽ ആ അപ്പസ്തോലനോടൊപ്പമാണ് നമ്മൾ നിൽക്കുന്നത്. ആ മാർപ്പാപ്പയോടൊപ്പമാണ് നമ്മളെല്ലാവരും. ആ മാർപ്പാപ്പയെ പിടിച്ചു വലിക്കാനോ മാർപ്പാപ്പ പറയണതിനെ വിമർശിക്കാനോ എങ്ങനെ ചിന്തിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. എനിവേ, ആ ടോപ്പിക്കിലേക്ക് ഞാൻ കയറുന്നില്ല. അപ്പോൾ അത് നമ്മൾക്ക് ചുറ്റും കാണുകയും അതനുസരിച്ചുള്ള പോസ്റ്റുകളും വീഡിയോ എല്ലാം വരുമ്പോൾ നമ്മളത് കാണുക പോലും ചെയ്യണ്ട. ഇത് കണ്ടു അയച്ച് പ്രയോജനമൊന്നുമില്ല, ഒരു പ്രയാസവുമില്ല. പക്ഷേ വെറുതെ സമയം കളയുകയാണ് മനുഷ്യനെ. ഇനി അതിൻ്റെ 78ാമത്തെ ഖണ്ഡിക നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. എങ്കിലും വീണ്ടും നമ്മളത് പഠിക്കേണ്ടി വരികയാണ്. എന്തുകൊണ്ടാണ് ഈ പറഞ്ഞതെല്ലാം ഇങ്ങനെ എന്നുള്ളതിന് 78ാമത്തെ ഖണ്ഡികയിൽ ആ അപ്പസ്തോലിക പാരമ്പര്യത്തിൻ്റെ തുടർച്ചയെക്കുറിച്ച് പറയുന്നത് വീണ്ടും മനസ്സിലാക്കുകയാണ്.
വിശുദ്ധ ലിഖിതത്തിൽ നിന്ന് വ്യതിരിക്തമെങ്കിലും, അതാണ് വിശുദ്ധ ലിഖിതത്തിൽ നിന്ന് വ്യതിരിക്തമെങ്കിലും അതുമായി ഗാഢബന്ധമുള്ളതും പരിശുദ്ധാത്മാവിൽ നിർവഹിക്കപ്പെടുന്നതുമായ സുവിശേഷത്തിൻ്റെ സജീവമായ ഈ പകർന്നു കൊടുക്കൽ പാരമ്പര്യം എന്നറിയപ്പെടുന്നു. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വേറൊരു തലത്തിൽ പഠിച്ചതാണ്. അപ്പോൾ പാരമ്പര്യം എന്നറിയപ്പെടുന്നതിന് വളരെ പ്രാധാന്യമുണ്ട്. കാരണം നമ്മൾ ഈ 4 സുവിശേഷകർ എഴുതിയ ആ വിശുദ്ധ സുവിശേഷത്തോടൊപ്പം തന്നെ അതുപോലെ തന്നെ പ്രാധാന്യമുള്ളതാണ് വിശുദ്ധ പാരമ്പര്യം എന്നുള്ളതാണ് നമ്മൾ കത്തോലിക്കർ മനസ്സിലാക്കിയിരിക്കുന്ന വലിയൊരു രഹസ്യം. അതിൽ എനിക്ക് വലിയ ആനന്ദമുണ്ട്. കാരണം ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളത് റിപ്പീറ്റ് ചെയ്യുന്നു എന്നേ ഉള്ളൂ, എങ്കിലും അത് ക്ഷമിക്കണം. അതായത് യോഹന്നാൻ്റെ സുവിശേഷത്തിൻ്റെ അവസാന ഭാഗം എന്ന് എഴുതിയ യോഹന്നാൻ 21:25. യോഹന്നാൻ 21:25 കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വായിച്ചതാണ്. അതിൽ പറയുന്നത്, യേശു പറഞ്ഞ കാര്യങ്ങൾ മുഴുവനും എഴുതുമായിരുന്നുവെങ്കിൽ ഈ ലോകത്തിൽ മുഴുവനും വെക്കേണ്ട പുസ്തകങ്ങൾ വെക്കേണ്ട അത്രയ്ക്ക് സ്ഥലം വേണ്ടി വരും. ഈ ലോകം മുഴുവനും നിറയണം, അത്രയ്ക്ക് പുസ്തകങ്ങൾ വേണം. എന്നാൽ ഇത്രയും എഴുതിയിരിക്കുന്നത് നിങ്ങൾ അവനിൽ വിശ്വസിക്കുന്നതിന് വേണ്ടിയാണ്. അതിനുദാഹരണം ഞാൻ പറഞ്ഞു. യോഹന്നാൻ്റെ സുവിശേഷത്തിൻ്റെ 21 അധ്യായത്തിലെ 13, 14, 15, 16, 17, 18 6 അധ്യായങ്ങൾ ഒറ്റ വൈകുന്നേരത്തെ കാര്യമാണ്. യേശു ചെയ്ത മറ്റു പല കാര്യങ്ങളും ഉണ്ട്. അതെല്ലാം എഴുതിയിരുന്നെങ്കിൽ ആ ഗ്രന്ഥങ്ങൾ ഉൾക്കൊള്ളാൻ ലോകത്തിന് തന്നെ സാധിക്കുവാതെ വരുമെന്നതാണ് എനിക്ക് തോന്നുന്നത്. ഇതെന്തുകൊണ്ടാണ് വീണ്ടും വീണ്ടും ഞാൻ പറയുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഒരു കാര്യം, ഇതിപ്പോഴും പലരും ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലായിരിക്കാം. പലരും ഇതിനെതിരായിട്ട് വാദമുഖങ്ങൾ ഉണ്ടാകാം, ഇതെതിരായിട്ട് ചിന്തയുണ്ടാകാം. അത് മാറണം, ഇത് വിശ്വസിക്കണം. അപ്പോൾ അതിൻ്റെ അർത്ഥം ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട മറ്റൊരർത്ഥം, ഈ ഗ്രന്ഥത്തിൽ എഴുതപ്പെടാത്ത മറ്റനേകം അടയാളങ്ങളും യേശു ശിഷ്യരുടെ സാന്നിധ്യത്തിൽ പ്രവർത്തിച്ചു. യോഹന്നാൻ, അപ്പോൾ ഈ ഗ്രന്ഥത്തിൽ എഴുതാത്ത കാര്യങ്ങൾ ഉണ്ട് എന്ന് ധാരാളമുണ്ടെന്നുള്ളത് വലിയ കാര്യമാണ്. ഈശോ 3 വർഷം, അതിലും പ്രത്യേകിച്ച് എന്നെ വളരെയധികം വിസ്മയിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം, ഈശോ 40 ദിവസം ഉയർത്തെഴുന്നേറ്റതിന് ശേഷമുള്ള 40 ദിവസം ഈശോ അപ്പസ്തോലന്മാരോടൊപ്പം ആയിരുന്നു കൊണ്ട് അവരെ പഠിപ്പിച്ച് അവരോടൊപ്പം ബലിയർപ്പിച്ച് അപ്പോൾ സംഭവിച്ചതും പറഞ്ഞ കാര്യങ്ങൾ എന്തായിരിക്കാം? ഇതെനിക്ക് വലിയ ആകാംക്ഷയാണ്. ഞാൻ പല പ്രാവശ്യം പറഞ്ഞു, ഞാൻ അതിനെക്കുറിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു അനിമേഷൻ ഫിലിം അതിനെക്കുറിച്ച് ഉണ്ടാക്കണം. ഈശോ എന്താണ് ആ 40 ദിവസം? നമ്മൾ പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കുമ്പോൾ ചില സൂചനകളൊക്കെ നമുക്ക് കിട്ടും. അപ്പോൾ അത് ഇപ്പോൾ മനസ്സിലാക്കൂ. ഈശോയോടൊപ്പം ഉണ്ടായിരുന്ന അപ്പസ്തോലന്മാർ ഈശോയെ കടപ്പുറത്തും ആ പ്രദേശങ്ങളിലെല്ലാം പ്രഘോഷിക്കുന്നതും അത്ഭുതങ്ങൾ നടത്തുന്നതും കണ്ടപ്പോൾ ഈശോയുടെ കൂടെ ഉണ്ടായിരുന്നവരും ഈശോ പീഡ സഹിച്ച് മരിച്ചത് കണ്ടതും അതോടെ ഹൃദയം നൊന്ത് വേദനിച്ചവരും, എന്നാൽ അതിനുശേഷം ഈശോ ഉയർത്തെഴുന്നേറ്റ് കണ്ടതും ഉയർത്തെഴുന്നേറ്റ ഈശോയുടെ കൂടെ 40 ദിവസം ഇരുന്നവരും അവരാണ് അപ്പസ്തോലന്മാർ. അവരിലേക്ക് ഈശോ പകർന്ന ആ ദൈവാനുഭവം, ആ പ്രബോധനം, അത് ഒരു ഇൻ്റലക്ച്വൽ ആയിട്ടുള്ള ഒരു പകർച്ച അല്ല. അത് അവരുടെ ആത്മാവിൽ ഒരിക്കലും മാറാത്ത രീതിയിൽ ഒട്ടിച്ചേർന്നിരിക്കുന്ന ക്രിസ്തു തന്നെയാണത്. അതൊരു നമ്മൾ ക്ലാസ്സിൽ പഠിക്കുമ്പോൾ 10ാം ക്ലാസ്സിൽ അല്ലെങ്കിൽ 4ാം ക്ലാസ്സിൽ 10ാം ക്ലാസ്സിൽ പഠിച്ചപ്പോൾ ടീച്ചർ പറഞ്ഞത് മനസ്സിലാക്കിയ പോലെയല്ല അത്.
അങ്ങനെയല്ല ആ മനസ്സിലാക്കൽ. മനസ്സിലായോ? അത് അവതീർണ വചനം മരിച്ചുയർത്ത് ആ വചനത്തിൻ്റെ അന്തസത്ത മുഴുവനും അവരിലേക്ക് പകരുകയാണ് ചെയ്തത്. അതെന്തിനു വേണ്ടി പകർന്നു? അന്ന് അത് ഈശോ അപ്പസ്തോലന്മാരിലേക്ക് പകർന്നപ്പോൾ തന്നെ അത് നിത്യതയിലേക്ക് വേണ്ടിയാണ് പകർന്നത്. നിത്യതയിലേക്ക് വേണ്ടി. ഇതാ ഒരു വചനം വരുന്നു, 1085. ഈ കാറ്റഗിസത്തിൽ 1085 ഖണ്ഡിക അത് ശരിക്ക് വിവരിക്കാം. 1085 അവസാനത്തിൽ പറയുന്നത് ഇതാണ്: ക്രിസ്തുവിൻ്റെ പെസഹാരഹസ്യം ഭൂതകാലത്തിൽ മാത്രം നിലനിൽക്കാൻ സാധ്യമല്ല. എന്തെന്നാൽ തൻ്റെ മരണം വഴി അവിടുന്ന് മരണത്തെ നശിപ്പിച്ചു. ക്രിസ്തു ആയിരിക്കുന്നതെല്ലാം എല്ലാ മനുഷ്യർക്കും വേണ്ടി. പ്രൈസ് ദ ലോർഡ്. ഇപ്പോൾ പോളാറാമൻ മാർപ്പാപ്പ നൽകിയ ആ സന്ദേശം കണ്ടോ? എല്ലാ മനുഷ്യർക്കും വേണ്ടിയാണ് ക്രിസ്തു ആയിരിക്കുന്നതെല്ലാം. എല്ലാ മനുഷ്യർക്കും വേണ്ടി അവിടുന്ന് ചെയ്തതും സഹിച്ചതുമായ സകലതും ദൈവിക നിത്യതയിൽ പങ്കുപറ്റുന്നു. ദൈവിക നിത്യതയിൽ. തന്മൂലം അവ എല്ലാ കാലങ്ങൾക്കും അതീതമായി നിലനിൽക്കുന്നു. അതേസമയം അവയിലെല്ലാം സന്നിഹിതമാക്കപ്പെടുകയും ചെയ്യുന്നു. കുരിശിൻ്റെയും ഉത്ഥാനത്തിൻ്റെയും സംഭവം സ്ഥിരമായി നിലനിൽക്കുന്നു. അത് കഴിഞ്ഞു പോയ ഒരു സംഭവം ആണ് എങ്കിലും അത് അങ്ങനെയല്ല. അത് സംഭവിച്ചത് തന്നെ നിത്യതയ്ക്ക് വേണ്ടിയാണ് സംഭവിച്ചത്. സംഭവം അന്ന് നടന്നു, എന്നാൽ അത് സംഭവിച്ചത് നിത്യതയ്ക്ക് വേണ്ടിയാണ്. എന്നേക്ക് നിലനിൽക്കാൻ വേണ്ടിയാണ് സംഭവിച്ചത്. നിൽക്കുന്നു, എല്ലാറ്റിനെയും ജീവനിലേക്ക് വലിച്ചടുപ്പിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഇതാണ് ഈ അപ്പസ്തോലിക പാരമ്പര്യത്തിൻ്റെ വലിയ ഒരു രഹസ്യം. ഈശോ അപ്പസ്തോലന്മാരിലേക്ക് പകർന്ന തൻ്റെ ജീവൻ, തൻ്റെ പ്രബോധനം, തൻ്റെ ഉയർപ്പ്, അതിൻ്റെ അർത്ഥം അത് അന്നത്തേക്ക് മാത്രമായിട്ട് പകർന്നതല്ലേ അല്ല, അത് ഇന്നത്തേക്കും എന്നത്തേക്കുമായിട്ട് പകർന്നതാണ്. അതുകൊണ്ട് തന്നെ അപ്പസ്തോല പാരമ്പര്യം നിലനിൽക്കുന്നു. അതുകൊണ്ട് തന്നെ പ്രൈസ് ദ ലോർഡ്. മനസ്സിലായെന്ന് വിചാരിക്കണു. കാരണം ഈശോ പറഞ്ഞ പ്രബോധനം, ഞാൻ പറഞ്ഞ മാതിരി നമ്മൾ 10ാം ക്ലാസ്സിൽ പഠിച്ചപ്പോൾ ടീച്ചർ പറഞ്ഞു നമ്മൾ മനസ്സിലാക്കി എന്ന മാതിരി അല്ല. ഈശോ പറഞ്ഞതും പഠിപ്പിച്ചതും നൽകിയതും വിസ്മരണീയമായ ഈശോയുടെ ജനനം, പൊതുജീവിതം, പരസ്യജീവിതം, പീഡാസഹനം, മരണം, ഉത്ഥാനം, സ്വർഗാരോഹണം, ഈ അവസ്ഥയെ അങ്ങനെ തന്നെ അവരിലേക്ക് പകർന്നിരിക്കുകയാണ്. അതിൻ്റെ അകത്ത് പ്രബോധനവുമുണ്ട്, വിസ്മരണീയമായ അനുഭവമുണ്ട്. അത് അവരുടെ അകത്ത് പകർന്നിരിക്കുകയാണ്. ഹല്ലേലൂയ. എന്തിനു വേണ്ടി പകർന്നു? ഇത് യുഗാന്ത്യം വരെ നിലനിൽക്കാൻ വേണ്ടി പകർന്നു. അപ്പോൾ പകർന്നപ്പോൾ തന്നെ അത് പകർന്നിരിക്കുന്നത് അവർ മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ പകരാൻ വേണ്ടിയല്ല, അത് പകർന്നിരിക്കുന്നത് കൊണ്ട് അവർ സംസാരിക്കുന്നത് കൊണ്ട് പകരും. അവരുടെ കൈവപ്പിലൂടെ എന്ന് പറഞ്ഞാൽ അവർ കൈവപ്പ് പ്രാർത്ഥിക്കുമ്പോൾ ഈ ഈശോ പകർന്നത് മുഴുവനും അടുത്ത ആളിലേക്ക് പകർന്നു പോകും. അങ്ങനെയാണ് ആ പാരമ്പര്യം സഭയിൽ ഇപ്പോഴും നിലനിൽക്കുന്നത്. ആ പാരമ്പര്യം ഇപ്പോഴും പകർന്നുകൊണ്ടിരിക്കുന്നു. നമ്മൾ അത് ലഭ്യമായിരിക്കുന്നവരാണ്. ഹല്ലേലൂയ. 1085 വളരെ പ്രിയപ്പെട്ട ഒരു ഖണ്ഡികയാണ് 1085. അപ്പോൾ 78 നമ്മൾ മനസ്സിലാക്കിയത് അതാണ്: വിശുദ്ധ ലിഖിതത്തിൽ നിന്ന് വ്യതിരിക്തമെങ്കിലും അതുമായി ഗാഠബന്ധമുള്ളതും പരിശുദ്ധാത്മാവിൽ നിർവഹിക്കപ്പെടുന്നതുമായ സുവിശേഷത്തിൻ്റെ സജീവമായ ഈ പകർന്നു കൊടുക്കൽ പാരമ്പര്യമെന്നറിയപ്പെടുന്നു. പാരമ്പര്യം വഴി സഭ
സഭ താൻ എന്തായിരിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്നുവോ അത് മുഴുവനും തൻ്റെ വിശ്വാസ പ്രബോധനത്തിലും ജീവിതത്തിലും ആരാധനയിലും സനാതനമാക്കുകയും. പ്രൈസ് ദ ലോർഡ്. കണ്ടോ? പോയിന്റ് കണ്ടോ? ആ സനാതനത്വം എവിടെ നിന്നുണ്ടായി? ആ സനാതനത്വം ക്രിസ്തു പറഞ്ഞപ്പോൾ തന്നെ ഉണ്ടായി. ക്രിസ്തുവിൻ്റെ ജീവനിൽ നിന്നുണ്ടായി, ക്രിസ്തുവിൻ്റെ ബലിയിൽ നിന്നുണ്ടായി, ക്രിസ്തുവിൻ്റെ പുനരുദ്ധാനത്തിൽ നിന്നുണ്ടായി ആ സനാതനത്വം. അത് എന്തിനേക്ക് വേണ്ടിയാണ്? സനാതനത്തിനേക്ക് വേണ്ടിയാണ്. അത് പകർന്നപ്പോൾ തന്നെ സനാതനമായിട്ടുള്ള കാര്യമാണ് പകർന്നത്. അതുകൊണ്ട് തന്നെ അതിന് മന്ദീഭവിക്കാൻ പറ്റുമോ? അതിന് മങ്ങലുണ്ടാകാൻ പറ്റുമോ? പറ്റില്ല. അതുകൊണ്ട് തന്നെ അത് എന്നും നിലനിൽക്കും. അതൊരു തരത്തിലും തളരുകയില്ല. ഹല്ലേലൂയ. അവളുടെ എല്ലാ തലമുറകൾക്കും കൈമാറുകയും ചെയ്യുന്നു. അതുകൊണ്ടാണ് അത് ഈ തലമുറകളിലും എത്തിയിരിക്കുന്നത്. അന്ന് ഈശോ അവർക്ക് പകർന്നു കൊടുത്ത ആ ദിവ്യകാരുണ്യ സന്ദേശം, ആ തൻ്റെ ജീവൻ അർപ്പിച്ച സന്ദേശം ഇന്നും അത് തന്നെയാണ്. ഒരു മങ്ങൽ ഏറ്റിട്ടേയില്ല, ഏൽക്കുകയുമില്ല. വിശുദ്ധ പിതാക്കന്മാരുടെ പ്രബോധനങ്ങൾ, സഭാപിതാക്കന്മാർ, അപ്പസ്തോലന്മാർ, അവരുടെ പ്രബോധനങ്ങൾ ഈ പാരമ്പര്യത്തിൻ്റെ ജീവദായക സാന്നിധ്യത്തിന് സാക്ഷ്യം വഹിക്കുകയും, അതായത് അപ്പസ്തോലന്മാരുടെ പ്രബോധനങ്ങളും ആ ആദ്യത്തെ അപ്പസ്തോലന്മാരുടെ കാലം കഴിഞ്ഞിട്ട് അവരിൽ നിന്നും കൈമാറ്റപ്പെട്ട അടുത്ത തലമുറയുടെ, അവിടെയാണ് എരേനിയോസ് എല്ലാം. വിശുദ്ധ എരേനിയോസ് അതിൻ്റെ അടുത്ത തലമുറയിലുള്ളതാണ്. AD 130 അല്ലെങ്കിൽ അതിൻ്റെ രണ്ടാമത്തെ തലമുറയിലുള്ളതാണ്. അവരിലേക്കെല്ലാം ഈ പ്രബോധനം കൈമാറ്റപ്പെട്ടിരിക്കുന്നത് അത് സാക്ഷ്യമാണ്. വിശുദ്ധ പിതാക്കന്മാരുടെ പ്രബോധനങ്ങൾ ഈ പാരമ്പര്യത്തിൻ്റെ ജീവദായക സാന്നിധ്യത്തിന് സാക്ഷ്യം വഹിക്കുകയും സഭയുടെ ആചാരത്തിലും ജീവിതത്തിലും അവളുടെ വിശ്വാസത്തിലും പ്രാർത്ഥനയിലും ഈ പാരമ്പര്യ സമ്പത്ത് എങ്ങനെ ചൊരിയപ്പെടുന്നുവെന്ന് കാണിച്ചു തരികയും ചെയ്തു. അപ്പോൾ ഈ പത്രോസും യോഹന്നാനും ആ ആദ്യ അപ്പസ്തോലന്മാർക്ക് ശേഷമുണ്ടായ പിതാക്കന്മാർ. അപ്പോൾ അവിടെയാണ് വിശുദ്ധ അംബ്രോസ്, വിശുദ്ധ ക്രിസോസ്റ്റോമോസ്, വിശുദ്ധ അഗസ്തീനോസ്, ഇവരെല്ലാവരും അതിനുശേഷം അതേ കാര്യങ്ങൾ അതിൻ്റെ കൂടുതൽ ആഴമായ അഗാധമായ രഹസ്യങ്ങളിലൂടെ നമുക്ക് പകർന്നു തരാൻ തുടങ്ങിയപ്പോഴല്ലേ മനസ്സിലാവണത് എങ്ങനെ അവർക്കതെല്ലാം കിട്ടി, എങ്ങനെ അവരിലേക്ക് അത് വന്നു. അത് വന്നത് ഈ പാരമ്പര്യത്തിലൂടെയാണ്. അപ്പം ആ പാരമ്പര്യം എന്ന വാക്കിനെ, വിശുദ്ധ പാരമ്പര്യം എന്ന വാക്കിനെ നമ്മൾ അതിൻ്റെ ഉള്ള് മനസ്സിലാക്കാൻ ഇത് ഒരുപക്ഷെ പ്രയോജനമായി എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. അപ്പോൾ അവിടെ ആ പാരമ്പര്യം എന്ന് പറയുമ്പോൾ അത് അവരിൽ ആരംഭിച്ചത് ഇന്ന് നമ്മളിൽ എത്തിയിരിക്കുന്നു. ഒരു മാറ്റവും കൂടാതെ എന്നുകൂടി നമുക്ക് മനസ്സിലാകണം. ഒരു മാറ്റവുമില്ല. അവരിൽ ആരംഭിച്ചു. അതിനുശേഷം ഈ വിശുദ്ധ പിതാക്കന്മാരുടെ ജീവിതത്തിലൂടെ കടന്നു വന്നു. അവരത് ശരിക്കും അതിൻ്റെ സാക്ഷികളാണ്. അതിനുശേഷം സഭയിൽ നിരവധി സൂനഹദോസുകളിലൂടെ അതിനെക്കുറിച്ച് വിവേചിച്ച് പഠിച്ച് ആ സൂനഹദോസുകളെല്ലാം ആ പാരമ്പര്യത്തിൽ നിന്ന് കിട്ടിയ പ്രബോധനത്തിൻ്റെ വക്താക്കളാണ്. ഈ രണ്ടാം വത്തിക്കാൻ സൂനഹദോസും അതിൽ ഇതൊരു മാറ്റം ഉണ്ടായിട്ടില്ല. ആ പാരമ്പര്യം തന്നെയാണ് അതിൽ പ്രഘോഷിക്കുന്നതും. ആ സൂനഹദോസിൻ്റെ പ്രധാന ലക്ഷ്യം ആ പാരമ്പര്യങ്ങൾ ഈ കാലഘട്ടത്തിലെ ഈ ലോകത്തിൻ്റെ ആധുനികതയിൽ എങ്ങനെ അത് മനസ്സിലാക്കണമെന്നതാണ്. അത് ഉൾക്കൊള്ളാൻ നമ്മളെ ശക്തരാക്കുക എന്നുള്ളതാണ്. അങ്ങനെ നമ്മൾ
ഇനി വീണ്ടും നമ്മൾ ആ വിശ്വാസത്തിൻ്റെ ഒരു വിശ്വാസം മാത്രം എന്ന പഠനത്തിലേക്ക് വീണ്ടും വരുന്നു. 175 സഭയിൽ നിന്ന് സ്വീകരിച്ച ഈ വിശ്വാസം നാം സംരക്ഷിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അവിടെയാണ് സൂനകദോസിൻ്റെ എല്ലാം ആവശ്യം. പക്ഷെ ഇതും എറേനിയോസ് പിതാവ് പറഞ്ഞതാണ്. നാം സംരക്ഷിക്കുന്നു, വിശിഷ്ടമായ ഒരു പാത്രത്തിലെന്ന പോലെ സൂക്ഷിച്ചിരിക്കുന്നു. ഇപ്പോൾ നമ്മളുടെ കയ്യിൽ, നമ്മുടെ വീട്ടിലൊക്കെ ചിലവരുടെ എല്ലാം ലിവിങ് റൂമിൽ സ്വർണത്തിൻ്റെ ചില വരികളും പുള്ളികളും ഒക്കെ ഉള്ള പാത്രങ്ങൾ, വിശിഷ്ടാതിഥികൾ വരുമ്പോൾ കൊടുക്കാനായിട്ടുള്ള പാത്രങ്ങൾ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. എല്ലാ ദിവസവും ഭക്ഷണം കഴിക്കാൻ നമ്മൾ ആ പാത്രങ്ങൾ ഉപയോഗിക്കാറില്ല. വിശിഷ്ടാതിഥികൾ വരുമ്പോൾ അതെടുക്കും. എന്നിട്ട് അത് കഴിഞ്ഞ ഉടനെ അത്. അപ്പോൾ ഇവിടെ പറയുകയാണ്, സഭയിൽ നിന്ന് സ്വീകരിച്ച ഈ വിശ്വാസം നാം സംരക്ഷിക്കുന്നു, വിശിഷ്ടമായ ഒരു പാത്രത്തിൽ എന്ന പോലെ സൂക്ഷിച്ചിരിക്കുന്നു. ഈ അമൂല്യ നിക്ഷേപം പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്താൽ നിരന്തരം നവീകരിക്കപ്പെടുകയും, ഇവിടെ ഒരു വ്യത്യാസമുണ്ട്. ഈ പാത്രത്തിന് അത് ഇരിക്കുന്ന പാത്രത്തെ തന്നെ നവീകരിക്കുകയും ചെയ്യുന്നു. അതാണ് സഭ. അതായത് നമ്മൾ ഓരോരുത്തരും ആണ് സഭയുടെ ഈ പാത്രം. നമ്മളാകുന്ന ഈ പാത്രത്തെ നവീകരിക്കുകയും ചെയ്യുന്നു. ഇനി ഇത്രയും നാൾ നമ്മൾ ഇതിൽ പഠിച്ചതിൻ്റെ സംഗ്രഹമാണ്. അത് ഓടിച്ച് വായിച്ചു പോകുന്നേ ഉള്ളൂ. ഞങ്ങൾ വിശ്വസിക്കുന്നു എന്നതിൻ്റെ സംഗ്രഹം, വിശ്വാസത്തെക്കുറിച്ച് ഇത്രയും ദിവസം നമ്മൾ പഠിച്ചതിൻ്റെ സംഗ്രഹമാണിത്. 176 സ്വയം വെളിപ്പെടുത്തുന്ന ദൈവത്തോടുള്ള സമ്പൂർണ്ണ മനുഷ്യൻ്റെ വ്യക്തിപരമായ അടുപ്പമാണ് വിശ്വാസം. തൻ്റെ വാക്കുകളും പ്രവൃത്തികളും വഴി ദൈവം നിർവഹിച്ച സ്വയം വെളിപ്പെടുത്തലിന് ബുദ്ധിയും മനസ്സും നൽകുന്ന സമർപ്പണമാണ് ഈ വിശ്വാസത്തിൽ അന്തർഭവിച്ചിട്ടുള്ളത്. പ്രൈസ് ദ ലോർഡ്. പഠിച്ചു കഴിഞ്ഞതാണ്. അതിൻ്റെ സംഗ്രഹം മാത്രമാണ്. 177 വിശ്വസിക്കുക എന്നതിന് ദ്വിവിധ ബന്ധങ്ങളുണ്ട്. വ്യക്തിയോടും സത്യത്തോടും. സത്യത്തോടുള്ള ബന്ധമുണ്ടാകുന്നത് സാക്ഷ്യം നൽകുന്ന വ്യക്തിയിലുള്ള വിശ്വാസ നിമിത്തമാണ്. 178 പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവത്തിലല്ലാതെ മറ്റൊന്നിലും നാം വിശ്വസിക്കേണ്ടതില്ല. ത്രിത്വൈക ദൈവത്തിലുള്ള വിശ്വാസം. 179 പ്രകൃത്യാതീതമായ ഒരു ദൈവദാനമാണ് വിശ്വാസം. വിശ്വസിക്കുന്നതിന് പരിശുദ്ധാത്മാവിൻ്റെ ആന്തരിക സഹായങ്ങൾ മനുഷ്യനാവശ്യമാണ്. 180 ബോധപൂർവകവും സ്വതന്ത്രവും മനുഷ്യ വ്യക്തിയുടെ മാഹാത്മ്യത്തിന് ചേർന്നതുമായ ഒരു മാനുഷിക പ്രവൃത്തിയാണ് വിശ്വസിക്കൽ. ഒന്നുകൂടി, ബോധപൂർവം, ബുദ്ധിയിലൂടെ ബോധപൂർവകവും സ്വതന്ത്രവും മനുഷ്യ വ്യക്തിയുടെ മാഹാത്മ്യത്തിന് ചേർന്നതുമായ ഒരു മാനുഷിക പ്രവൃത്തിയാണ് വിശ്വസിക്കൽ. 150 വിശ്വസിക്കുന്നത് ഒരു സഭാത്മക പ്രവൃത്തിയുമാണ്. സഭയുടെ വിശ്വാസം നമ്മുടെ വിശ്വാസത്തിൻ്റെ മുൻഗാമിയാണ്. പ്രൈസ് ദ ലോർഡ്. അത് നമ്മിൽ വിശ്വാസം അങ്കുരിപ്പിക്കുകയും, പ്രൈസ് ദ ലോർഡ്, വളരെ മനോഹരമായ ഒരു വാക്കാണത്. അത് നമ്മിൽ വിശ്വാസം അങ്കുരിപ്പിക്കുകയും നിലനിർത്തുകയും പരിപോഷിപ്പിക്കുകയും ചെയ്യുന്നു. സഭ സർവവിശ്വാസികളുടെയും മാതാവാണ്. സഭയെ മാതാവായി കാണാത്തവന് ദൈവത്തെ പിതാവായി ലഭിക്കുകയില്ല. വിശുദ്ധ സിപ്രിയാൻ. ലിഖിതമോ 152 ലിഖിതമോ പാരമ്പര്യ ലബ്ധമോ ആയ ദൈവവചനത്തിൽ ലിഖിതമോ പാരമ്പര്യാലബ്ധമോ ആയ ദൈവവചനത്തിൽ അടങ്ങിയിരിക്കുന്നതെല്ലാം ദൈവാവിഷ്കൃതമെന്ന് നാം വിശ്വസിക്കേണ്ടതിന് സഭ നമ്മുടെ മുമ്പിൽ
അവതരിപ്പിക്കുന്നതെല്ലാം നാം വിശ്വസിക്കുന്നു. അതാണ് ലിഖിതമോ, അതായത് 4 സുവിശേഷം, പാരമ്പര്യലബ്ധമോ, ലിഖിതമല്ല, പാരമ്പര്യത്തിലൂടെ നമ്മിലേക്ക് പകരപ്പെട്ടിട്ടുള്ളവ ആയ ദൈവവചനത്തിൽ അടങ്ങിയിരിക്കുന്നതെല്ലാം ദൈവാവിഷ്കൃതമെന്ന് നാം വിശ്വസിക്കേണ്ടതിന് സഭ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നതെല്ലാം നാം വിശ്വസിക്കുന്നു. വിശുദ്ധ പോൾ 6 മാർപ്പാപ്പ 153. വിശ്വാസം നിത്യരക്ഷയ്ക്കാവശ്യമാണ്. കർത്താവ് തന്നെ പ്രഖ്യാപിക്കുന്നു, വിശ്വസിക്കുകയും മാമോദീസ സ്വീകരിക്കുകയും ചെയ്യുന്നവൻ നിത്യരക്ഷ പ്രാപിക്കും, വിശ്വസിക്കാത്തവൻ ശിക്ഷിക്കപ്പെടും. മർക്കോസ് 16:16. ഇതിനെക്കുറിച്ച് നമ്മൾ ധാരാളം മനസ്സിലാക്കിയതാണ്. അതിനെ സഭ പഠിപ്പിക്കുന്ന രീതിയിൽ മനസ്സിലാക്കണം. 184. വരാനിരിക്കുന്ന ജീവിതത്തിൽ നമ്മെ സൗഭാഗ്യവാന്മാരാക്കുന്ന ജ്ഞാനത്തിൻ്റെ മുൻ ആസ്വാദനമാണ് വിശ്വാസം. വിശുദ്ധ തോമസ് അക്വീനാസ്. നമ്മൾ മനസ്സിലായി, വിശ്വസിക്കുമ്പോൾ തന്നെ ആ വരാനിരിക്കുന്ന ജീവിതത്തിൻ്റെ, അതായത് നിത്യജീവിതത്തിൻ്റെ ഒരനുഭവം നമുക്ക് ഇവിടെ വെച്ച് തന്നെ ഉണ്ടാവുകയാണ്. വരാനിരിക്കുന്ന ജീവിതത്തിൽ നമ്മെ സൗഭാഗ്യവാന്മാരാക്കുന്ന ജ്ഞാനത്തിൻ്റെ മുൻ ആസ്വാദനമാണ് വിശ്വാസം. പ്രൈസ് ദ ലോർഡ്. അങ്ങനെ നമ്മൾ ഇനി നമ്മൾ അടുത്ത് വേണ്ടത് വിശ്വാസ പ്രമാണത്തിലേക്ക്, ക്രൈസ്തവ വിശ്വാസ പ്രഖ്യാപനത്തിലേക്ക് പ്രവേശിക്കുകയാണ്. പ്രബോധനത്തിൻ്റെ 4-ാമത്തെ ഭാഗം ക്രൈസ്തവ പ്രാർത്ഥന. ക്രിസ്തു, അതായത് നമുക്ക് മനസ്സിലാക്കി 4 ഭാഗമായിട്ടാണ് പ്രബോധനം. ആദ്യ ഭാഗം വിശ്വാസത്തിൻ്റെ പ്രഖ്യാപനം, പിന്നെ വിശ്വാസത്തിൻ്റെ ആഘോഷമായ കൂദാശകൾ, 3-ാമത്തെ ഭാഗം വിശ്വാസത്തെ ജീവിതം, 4-ാമത്തെ ഭാഗം വിശ്വാസിയുടെ പ്രാർത്ഥന. അപ്പോൾ നമ്മൾ ആദ്യം വിശ്വാസിയുടെ പ്രാർത്ഥനയുടെ അവസാന ഭാഗമായ സ്വർഗസ്ഥനായ പിതാവേ എന്നുള്ള പ്രാർത്ഥനയാണ് നമ്മൾ ആദ്യം പഠിച്ചു തുടങ്ങിയത്, ആമുഖം കഴിഞ്ഞിട്ട്. വേണമെങ്കിൽ നമുക്ക് അതിൻ്റെ ആദ്യ ഭാഗം പ്രാർത്ഥനയുടെ ദൈവാവിഷ്കരണം കുറച്ച് പഠിച്ചിട്ട് വീണ്ടും തിരിച്ചു വരണമോ എന്ന് ഒരു സന്ദേഹത്തിലാണ് ഞാൻ. കാരണം ഇത് മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണിത്. അപ്പോൾ വാസ്തവത്തിൽ നമ്മളെല്ലാം വിശ്വാസികളാണ്. എന്നാൽ ആ പ്രാർത്ഥനയുടെ ചില ഉയർന്ന കാര്യങ്ങൾ നമ്മളൊന്ന് പഠിച്ച് കഴിഞ്ഞിട്ട് നമ്മുടെ പ്രാർത്ഥന അതുപോലെ അങ്ങ് ഉയർന്നു കഴിഞ്ഞാൽ പിന്നെ ഇത് എളുപ്പമാണ്. നമുക്ക് പ്രാർത്ഥിക്കാം.